ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് എംബ്രോയ്ഡറി അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണിത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിൽ വരുന്നൊരു ചുരിദാറാണ്. ഈ ചുരിദാറിൻ്റെ യോക്കിൽ ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇത് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു എംബ്രോയ്ഡറി ആണ്. ഞാനിവിടെ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. എല്ലാം ആങ്കർ ത്രെഡ്സ് ആണ്. ഞാൻ ഈ കളേഴ്സ് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഗ്രീൻ ചുരിദാറിന് മാച്ചായിട്ടുള്ള കുറച്ച് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു വയലറ്റ് കളർ വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്നൊരു ത്രെഡാണിത്. പിന്നെ ഒരു പിങ്ക് കളറിൽ വരുന്നൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഡ്, അതുപോലെ തന്നെ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നൊരു കളറും, പിന്നെ ഒരു ലാവൻഡർ കളറിൽ വരുന്ന ത്രെഡും. നമുക്ക് കളേഴ്സൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം എങ്ങനെ വേണമെന്ന്. ഇത് ഗ്രീൻ കളർ ആയതുകൊണ്ട് ഇതുപോലത്തെ കുറച്ച് കളേഴ്സ്, റാൻഡമായിട്ട് കുറച്ച് കളേഴ്സ് എടുത്തുന്നുള്ളൂ. ഏത് കളേഴ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഇത് ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഈ റെഡ് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് എടുക്കുന്നത് 12 സ്ട്രാൻഡ്സിലാണ്. അതായത് ഈ ത്രെഡ് ഓൾറെഡി 6 സ്ട്രാൻഡ്സിലുള്ള ത്രെഡാണ്. അത് ഇതുപോലെ രണ്ടായിട്ട് എടുത്തിട്ട് ഒരു നോട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 12 സ്ട്രാൻഡ്സിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ലൈൻസ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ലൈൻസ് ആദ്യം ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ വേറെ കളർ ത്രെഡ് വെച്ചിട്ട് വേറെ ലൈൻ ചെയ്തെടുക്കുകയാണ്. അത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ വെച്ചിട്ട് ഇതുപോലെ 2 ലൈൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ വേറെ കൊടുക്കുകയാണ്. അത് വേറെ കളറിൽ കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഈ യോക്ക് പോർഷൻ നമുക്ക് എവിടെയൊക്കെയാണ് വർക്ക് വേണ്ടത് ഫുള്ളും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാം പല ഷേപ്സിൽ വേണം. പല ഷേപ്സ് അല്ല, ഇപ്പോൾ ലൈൻസ് ആയാലും പല ലെങ്ത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം സെയിം ലെങ്ത്തിലല്ല. ചില ലൈൻസൊക്കെ കുറച്ച് ലെങ്ത്ത് കൂടിയതായിരിക്കും, ചിലത് കുറവായിരിക്കും. അങ്ങനെ മാറി മാറിയിട്ടാണ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഞാൻ നെക്സ്റ്റ് കളർ ഞാൻ എടുത്തൊരു ക്രീം ഷെയ്ഡിൽ വരുന്ന കളറാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇതുപോലെ 2 ലൈൻസ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലൂടെ വേറെ കളറ് കൊടുക്കുകയാണ്. ഒരു വയലറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് ചെയ്യുമ്പോൾ ഈ വയലറ്റ് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ 2 ലൈൻസ് കുത്തിയെടുത്താൽ മതി. എന്നിട്ട് അടുത്ത കളർ വെച്ചിട്ട് തന്നെ മുകളിലൂടെ അടുത്ത ലൈൻ ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. ഫൈനൽ വർക്ക് വരുന്നത്. ഞാൻ ഈ യോക്ക് ഫുൾ ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും എല്ലാം എല്ലാ ലൈൻസും ഡിഫറെൻറ്റ് ലെങ്ത്താണ്. എല്ലാം സെയിം ലെങ്ത്തിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ചിലത് ലെങ്ത്ത് കുറഞ്ഞിട്ടും ചിലത് ലെങ്ത്ത് കൂടിയിട്ട് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്യാപ്സിലൊക്കെ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്.
ഷുഗർ ബീഡ്സ് ഇതുപോലെ നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുകയാണ്. വരുന്നത് ഇതുപോലെയാണ്. ബീഡ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഈ വർക്ക് വരുന്നത്.